പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇൻഫാക്ട് എ ന്യൂ വർക്കിംഗ് വീക്ക്, ഒരു പുതിയ വർക്കിംഗ് വീക്കാണ്. അനേകർ സ്കൂളുകളിൽ, കോളേജുകളിൽ, ഓഫീസുകളിൽ ഒക്കെ, ജോലി സ്ഥലത്തോട്ടൊക്കെ കടന്നു പോവുകയാണ്. ഈ ദിവസം ഞാൻ നിശ്ചയമായിട്ടും എന്നെ കേൾക്കുന്നവരോട് പറയാം, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ വചനത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കുന്ന ഒരു വ്യക്തിയും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവർ പാറമേൽ അടിസ്ഥാനപ്പെട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനായിത്തീരും. കർത്താവിന്റെ വചനത്തിന്റെ മേൽ നിങ്ങൾ പണിയുന്നുവെങ്കിൽ, സാഹചര്യങ്ങൾ ചിലപ്പോൾ പ്രതികൂലമായിരിക്കാം, സാഹചര്യങ്ങൾ ചിലപ്പോൾ എതിരെ നിൽക്കുന്ന സാഹചര്യം. ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. യേശു തന്നെ പറഞ്ഞ ഒരു വാക്കാണ്, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. There are fights, there are trials, there are tribulations in this world. പക്ഷേ ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ആ കർത്താവ് പറഞ്ഞ വാക്കിന് വലയിറക്കിയാൽ, പത്രോസ് വലയിറക്കിയതുപോലെ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കുന്നു എന്ന് പറഞ്ഞ് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട പോലെ കർത്താവിന്റെ വാക്കിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ വാക്ക് നിവർത്തിക്കുവാൻ അവൻ ശക്തനാണ്. ആ ധൈര്യത്തോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനഭാഗം വായിക്കാം. യെശയ്യാ പുസ്തകം അതിന്റെ 55 അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യം. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. എത്ര അത്ഭുതകരമായ ഒരു വചനമാണ് അല്ലെ! ആ വചനത്തിന് ശക്തിയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം. ആമേ. ഈ വചനം കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ്. അത് അതുപോലെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവവചനം ദൈവശ്വാസ്യമാണ്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ദൈവത്തിന്റെ ശ്വാസം. അത് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അത്ഭുതം കൊണ്ടുവരും, ജീവൻ കൊണ്ടുവരും. ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതാണെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശു പിതാവാൻ ദൈവം ഭൂമിയെ ഉണ്ടാക്കി അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ വെളിച്ചം ഉണ്ടായി. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും, ആ പത്രോസിനോട് വെള്ളത്തിന്റെ മേൽ വരിക എന്ന് പറഞ്ഞപ്പോൾ, കാറ്റിനോട് അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ, സൗഖ്യമാകുക എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം നടന്നതുപോലെ ആ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം യേശുവിന്റെ വായിൽ നിന്ന് ദൈവത്തിന്റെ ശ്വാസം അടങ്ങിയിരിക്കുന്ന വചനമായത്. ഇത് നമ്മൾ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമില്ല, ആ കർത്താവിന്റെ ശക്തി അവിടെ വെളിപ്പെടും. നമ്മുടെ സാഹചര്യത്തിന്റെ മേൽ, നമ്മുടെ ശരീരത്തിന്റെ മേൽ, നമ്മുടെ ഭവനത്തിന്റെ മേൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ, എവിടാണോ നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നത് അവിടേക്ക് ഈ വചനം ഒന്ന് അയച്ചാൽ, ഇവിടെ പറയേ എന്റെ വചനം എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിപ്പിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്തിട്ടേ അത് മടങ്ങി വരത്തുള്ളൂ. വെറുതെ നമ്മുടെ വായിൽ നിന്ന് പല വാക്കുകൾ നമ്മൾ പറഞ്ഞു വിടാറുണ്ട് അല്ലേ? പക്ഷെ ഈ വചനത്തിൽ വിശ്വസിച്ച് ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് ആ വചനത്തിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോയ ഒന്നിലും ഭൂമിയിൽ അനുവദിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അനുവദിക്കും. ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടുമെന്ന് പറഞ്ഞ പോലെ ആ വചനം ഒന്ന് അയച്ചു നോക്കിയേ. നിങ്ങളുടെ അസാധ്യതകളിൽ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളുടെ മേലും വചനം ഒന്ന് അയക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും. വളരെ ഗ്രേറ്റ് വേർഡ്. കർത്താവിന്റെ വചനം താന് പറയുകയാണ്, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനം. ഈ വചനത്തിന്റെ അകത്ത്, വചനം, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് പവർ പാക്ഡ്. അതിന്റെ അകത്ത് ശക്തി കർത്താവ് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഇറ്റ് ഹസ് ഗോഡ് പവർ ഓഫ് ഇറ്റ്സ് ഓൺ. ഷീന മുമ്പേ പറഞ്ഞതുപോലെ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നോക്ക്, കർത്താവ് നിന്നുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്.
ഉളവാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് വെളിച്ചം ഉണ്ടായി. അവിടെ ഒരു സെക്കൻഡ് തോട്ട് ഇല്ല, അവിടെ വെളിച്ചം ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെയാണ് കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വചനവും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നോക്ക അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. God always have a higher plan about you. ഞാൻ ദൈവമക്കളോട് പറയാം, ചില വിഷയങ്ങളൊക്കെ കണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ തല കുനിച്ചിരിക്കരുത്. കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ദൈവവചനത്തിൽ കർത്താവ് ഒരു നാളും തള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു നാളും തള്ളത്തില്ല. അതിന്റെ അകത്ത് കാട്ടുപോത്തിന്റെ കൊമ്പിന്റെ ഇടയിലും വഴി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കർത്താവ് ഒരു വഴി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ഫേസ് ചെയ്യുന്ന എന്ത് പ്രതികൂലമാണെങ്കിലും, ആ വെല്ലുവിളി എത്ര വലിപ്പമേറിയതാണെങ്കിലും അതിന്റെ അകത്ത് കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഇവിടെ ദൈവവചനം പറയുന്ന ഒരു വാക്ക്, എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനം അത് പോയി അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഈ ദൈവവചനം ഒരു വ്യക്തി ദൈവവചനത്തിൽ വിശ്വസിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അത് പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണം. എന്റെ കർത്താവ് പറഞ്ഞ്, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നിങ്ങൾ നോക്കിയേ, കർത്താവ് കാറ്റിനോട് പറയുകയാണ്, കർത്താവ് കടലിനോട് പറയുകയാണ്, അടങ്ങുക എന്നൊരു വാക്ക് പറയുമ്പോൾ കൊടുങ്കാറ്റുകൾ അടങ്ങുകയാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നോക്ക, കുരുട്ട് കണ്ണുകൾ, കർത്താവിന്റെ ഒരു വാക്ക് കർത്താവ് കൈവെക്കുമ്പോൾ, നീ പോയി പുരോഹിതനെ കാണിക്കാൻ പറയുമ്പോൾ കുഷ്ഠരോഗികൾ ശുദ്ധരായി തീരുക. തന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് അസാധാരണമായ ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന്റെ വചനത്തിൽ ആരെങ്കിലും ആ വചനം എടുത്തോണ്ട് അവർ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രൈസ്, ഒരു പ്രതിബന്ധത്തിനും അവരെ തടഞ്ഞു നിർത്താൻ സാധിക്കത്തില്ല. നിനക്ക് ഈ ഫൈറ്റ്സ് ഉണ്ട്, ഈ ലോകത്തിൽ വെല്ലുവിളികളുണ്ട്, ഈ ലോകത്തിൽ പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ വലുതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക്, ദ പ്രോമിസ് ഓഫ് ഗോഡ്. വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും തള്ളിക്കളയത്തില്ല. നമ്മൾ യെരമ്യാ പ്രവചനം അതിന്റെ 1-ാം അധ്യായം എടുക്കുമ്പോൾ, യെരമ്യാ പ്രവചനം അതിന്റെ 1-ാം അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. വായിക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും. അവർ നിന്നോട് യുദ്ധം ചെയ്യും. ഈ നോക്ക്, യെരമ്യാവിനെ ദൈവം ഒരു സ്ഥലത്തോട്ട് പോകാൻ പറയുകയാണ്. അവിടെ സംസാരിക്കുക, യു ടോക്ക് ഓൺ ബിഹാഫ് ഓഫ് മീ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് അയക്കുമ്പോൾ കർത്താവ് പറയാം, അവര് നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ലതാണ്, പക്ഷെ നിന്നെ ജയിക്കത്തില്ലതാണ്. കാരണം നിന്റെ കൂടെ നിൽക്കുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായ ഒരു വലിയ കർത്താവ് നിന്റെ കൂടെ നിൽക്കുകയാണ്. ഒന്നിനും നിങ്ങളെ ഒരു സൈന്യം പാളയം ഇറങ്ങി വന്നാലും നിന്നെ തകർക്കാൻ സാധിക്കത്തില്ല. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിന്റെ എതിരെ വരുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. പ്രൈസ്, നോ വെപ്പൺ ഫോംഡ് അഗൈൻസ്റ്റ് യു വിൽ പ്രോസ്പർ. നോക്ക്, നിന്നെ അടിക്കാൻ പറ്റിയ ഒരു വെപ്പണറിയും പിശാചിന്റെ കയ്യിലില്ല. നിന്റെ എതിരെ ഒരാള് നിൽക്കുന്നുവെങ്കിൽ ആ വ്യക്തി പോക്കാം. നോക്ക്, ഇന്നലെ വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ചില വ്യക്തികൾ, ഇന്നലെ സഭായോഗത്തിലായി പറഞ്ഞല്ലേ, ഒരു വ്യക്തിയുടെ എതിരെ, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ എതിരെ ഒരു കാര്യത്തിൽ ഞാൻ നിൽക്കാനിടയായി. അത് വൈകിട്ടത്തെ മീറ്റിംഗ് ആണോ പറഞ്ഞത്? ഓക്കെ. ഒരു വ്യക്തിയുടെ എതിരെ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണ്, കർത്താവിനെ അറിയുന്നതിന് മുമ്പാണ് ഒരു വ്യക്തിയുടെ എതിരെ ഞാൻ നിന്നു. എന്നിട്ട് അവസാനം എന്നെ ഭയങ്കരമായ പതനം, ഞാൻ വീഴേണ്ടതായിട്ട് വന്നു. ഞാൻ പറഞ്ഞത്, കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നിങ്ങൾ. കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവവൈതൽ എന്ന് പറയുന്നത് യു ആർ സോ മച്ച് വാല്യുബിൾ ഫോർ ഗോഡ്. കർത്താവിന് നിങ്ങൾ ഒത്തിരി വിലപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം, ഓപ്പോസിറ്റ് ഇവിടെ യെരമ്യാവിനോട് പറയാ, യു ഹാവ് നോക്ക്, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നൊക്കെ. ഞാൻ കൂടെ ഉണ്ട്. ആ കൂടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയ, ദൈവമക്കളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ധൈര്യം കൂടെ ഉണ്ട്. ലോക അവസാനം ഈ പഴയ നിയമം വായിക്കുമ്പോഴും പുതിയ നിയമം വായിക്കുമ്പോഴും അവിടെ എല്ലാം കർത്താവ് ഞാനൊരു കാര്യം പറയാം, ഈ പഴയ നിയമമാണേലും പുതിയ നിയമമാണേലും ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനമാണ് ഇത്, ദൈവശാസ്യമാണ്. ഈ ചില പഴയ നോക്ക്, പുതിയ നിയമം എന്ന് പറയുന്നത്, നോക്ക്, പഴയ നിയമം എന്ന് പറയുന്നത് നിഴലാണ്.
ആ പഴയ നിയമം ഈ ദൈവവചനം എന്ന് പറയുന്ന 66 പുസ്തകങ്ങൾ കമ്പൈൽഡ് ടുഗദർ, 66 പുസ്തകങ്ങൾ ഒന്നിച്ച് കമ്പൈൽ ചെയ്തിരിക്കുന്നതാണ്. 1600 വർഷത്തിന്റെ സ്പാനില് ഏതാണ്ട് 1600 വർഷങ്ങളുടെ ഇടയിൽ പ്രൈസ് നോക്കിക്കേ അനേക എഴുത്തുകാര് എഴുതിയതാണ് ഈ പുസ്തകം. പ്രൈസ് നോക്ക, അതിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, അതിൽ മുക്കുവന്മാരുണ്ടായിരുന്നു, അതിൽ പ്രവാചകന്മാരുണ്ടായിരുന്നു. 40ഓളം പേര് നോക്ക് ഒന്നിച്ച് ചേർത്ത നോക്ക് 1600 വർഷത്തിനിടെ ജീവിച്ച പല തലങ്ങളിൽ ജീവിച്ച വ്യക്തികള് ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആ വ്യക്തി ക്രിസ്തുവാണ്. നോക്ക് എങ്ങനെ അല്ലെ, ഇത്രയും വർഷത്തിന്റെ സ്പാനിൽ ജീവിച്ചവർക്ക് ഒരാളെ കുറിച്ചുള്ള ദിസ് എ പ്രോഫറ്റിക്കൽ ബുക്ക്, ഒരാളെ കുറിച്ച് പറയുകയാണ്. ആ ക്രിസ്തു നോക്ക് വെളിപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ആ കർത്താവിന്റെ അത് പഴയ നിയമത്തിലുള്ള വചനമാണെങ്കിലും പുതിയ നിയമത്തിലുള്ള വചനമാണെങ്കിലും അത് ദൈവത്തിന്റെ വചനമാണ്, അത് ദൈവശാസ്യമാണ്. അതിന്റെ അകത്ത് പവർ ഇരിപ്പുണ്ട്, അതിന്റെ അകത്ത് ശക്തി ഇരിപ്പുണ്ട്. അതിന്റെ അകത്തൊരു വചനം ഒരു വ്യക്തി വിശ്വസിച്ച് ഏറ്റെടുത്താൽ ആ വചനം അവരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇവിടെ യെരമ്യാവിനോട് പറയുന്ന ഒരു വാക്ക് നോക്ക്, യെരമ്യാവിനോട് പറയുകയാണ്, നിന്നോടവർ യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കത്തില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് അരുളപ്പാട്. എന്നിട്ട് അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചു ശീല. ആകയാൽ നീ അരകെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒക്കെയും അവരോട് നീ പോയി പ്രസ്താവിക്ക്. കർത്താവ് പറയാനോട് നീ പോയി പറ, നീ എന്റെ നാമത്തിൽ നീ ഇറങ്ങിത്തിരിക്കുക, നീ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. കർത്താവ് നിങ്ങളുടെ നാവിനെ കർത്താവിന്റെ നാവാക്കി കർത്താവ് തീർക്കും. നിങ്ങൾക്ക് പകരമായി ഗോഡ് വിൽ സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് യു. നിങ്ങൾക്ക് പകരമായി നിങ്ങൾ നേരിടുന്ന ആ പ്രതിസന്ധിക്കകത്ത് കർത്താവ് എഴുന്നേറ്റ് നിൽക്കും. അതിന്റെ അകത്ത് ചില വഴികൾ കർത്താവ് തുറക്കും. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ കൽപ്പിച്ചൊക്കെ നീ അവരോട് പ്രസ്താവിക്ക്. ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രവാതിലുകളും ആക്കിയിരിക്കും. നിന്നെ ഇരുമ്പ് തൂണും താമ്രവാതിലുകളും ഞാൻ ആക്കിയിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു വാക്ക്, ഇന്ന് ചില ഓപ്പോസിഷൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് ഭാരപ്പെടരുത്. നിങ്ങൾ താന്നു പോകാൻ. ഓപ്പോസിഷൻ എന്ന് പറയുന്ന, പ്രതികൂലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിയാലിറ്റി. പക്ഷേ ഓപ്പോസിഷൻ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം പരാജയമെന്നല്ല. നോക്ക്, അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ തന്നെ അതിന്റെ അർത്ഥം പരാജയം എന്നല്ല. പ്രീസ്, എന്റെ കർത്താവിന്റെ സ്വഭാവം ഹി വിൽ ഓൾവേസ് ഡെലിവർ. നോക്ക്, ചില സമയത്തുണ്ടല്ലോ, സംടൈംസ് ഹി റിമൂവ്സ് ദ പ്രോബ്ലം. ആ വിഷയത്തെ കർത്താവ് എടുത്തു മാറ്റും. സംടൈംസ് ഹി ചേഞ്ചസ് ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തെ കർത്താവ് എടുത്തു മാറ്റും. സംടൈംസ് ഹി ഗിവ്സ് സ്ട്രെങ്ത് ടു ഗോ ത്രൂ ദ സിറ്റുവേഷൻ. കർത്താവ് പല തലങ്ങളിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പോടെ അറിയാം, വാക്ക് പറഞ്ഞവൻ വിശ്വസനൻ. അവന്റെ വചനത്തിന്റെ ശക്തിയുണ്ട്. അവന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം അത് നിവർത്തിക്കാതെ കർത്താവ് മടങ്ങി അത് ഒരിക്കലും ഇറ്റ് വിൽ നെവർ കം വോയിഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഒരിക്കലും അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ല. ഷീന മുമ്പേ പറഞ്ഞതുപോലെ യേശു മത്തായി സുവിശേഷം അതിന്റെ 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നോക്ക്, ശിഷ്യന്മാരെ കർത്താവ് അക്കരയ്ക്ക് വിടുകയാണ്. അക്കരയ്ക്ക് വിട്ട് അവര് അക്കരയ്ക്ക് കടന്നു പോകുമ്പോൾ കാറ്റ് അവർക്ക് വളരെ പ്രതികൂലമായി. അവര് പടക് വലിച്ച് അവർ കുഴഞ്ഞു. ഇനി മുമ്പോട്ട് പോകാൻ മേലാത്തതുപോലെ കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു. എന്നാൽ കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. കർത്താവിന്റെ ദൃഷ്ടി കടലിലായിരുന്നു. കർത്താവ് അവരെ ഗോഡ് വാസ് വാച്ചിങ് ദം. കർത്താവ് നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കടന്നു പോകുന്ന ചിലരൊക്കെ പറയുന്ന കർത്താവ് എന്നെ അറിയുന്നില്ല, കർത്താവ് എന്നെ കാണുന്നില്ല, കർത്താവ് പ്രവർത്തിക്കുന്നില്ല. ഗോഡ് ഈസ് ലുക്കിംഗ് ഓൺ. കർത്താവിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേലാണ് വെച്ചിരിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരെ കാണുന്നുണ്ട്. അവരുടെ പ്രതികൂലമായ സാഹചര്യത്തിലും കർത്താവ് അവരെ കാണുന്നുണ്ട്. അവസാനം അവർക്ക് മുമ്പോട്ട് പോകാൻ മേലാതെ സാധിക്കാതെ വന്നപ്പോൾ കർത്താവ് വെള്ളത്തിന്മേൽ നടന്ന് ചെന്നു. അതിന്റെ 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ദിസ് ഷോർട്ടസ്റ്റ് സെർമൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
പ്രസംഗത്തെ വിളിക്കുന്നത് സെർമൺ ഓൺ ദ വാട്ടർ എന്നാണ്. വെള്ളത്തിന്റെ മേൽ ഉള്ള കർത്താവിന്റെ പ്രസംഗം. കർത്താവ് മലയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, 10,000-ങ്ങളോട് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, വലിയ പുരുഷാരത്തോട് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഒരു ചെറിയ കൂട്ടത്തോട്, തന്റെ ശിഷ്യന്മാരോട്, അക്കരയ്ക്ക് താൻ പറഞ്ഞുവിട്ട, ആ പടകിൽ പറഞ്ഞുവിട്ട ഒരു ചെറിയ കൂട്ടത്തോട് ആ വെള്ളത്തിന്റെ മേൽ നിന്നുകൊണ്ട്, നോക്കിക്കേ, വെള്ളം തന്റെ കാൽ കീഴിലാക്കി വെച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ മേൽ നിന്നുകൊണ്ട് കർത്താവ് പ്രസംഗിക്കുകയാണെന്ന് വായിച്ചു. ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവീൻ ഞാനാകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അതാ ഏറ്റവും ചെറിയ പ്രശ്നം. ധൈര്യപ്പെടുവീൻ, പേടിക്കണ്ട, ഞാനാകുന്നു, പേടിക്കണ്ട. വെള്ളത്തിന്മേൽ യേശു നടന്നു വരുന്ന കണ്ടപ്പോൾ അവർ പേടിച്ചു, അവർ ഭയപ്പെട്ടു. അവരാ സാഹചര്യം കണ്ട് ഭൂതാണെന്ന് വിചാരിച്ചു, അവർ ഭയപ്പെട്ടു. ഉടനെ കർത്താവ് പറഞ്ഞു, ഇല്ല, പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഞാനാണ് എന്ന് കർത്താവ് പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, നീ ആണെങ്കിൽ അങ്ങോട്ട് വരിക എന്ന് പറയണം. ഉടനെ കർത്താവ് പറഞ്ഞു, വരിക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിന്മേൽ നടന്നു. ഞാൻ പലപ്പോഴും പറയും, പത്രോസ് വെള്ളത്തിന്മേലല്ല നടന്നത്, ദൈവത്തിന്റെ വാക്കിന്റെ മേലാണ് നടന്നത്. തന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വചനത്തിന്റെ മേൽ പത്രോസ് നടക്കുക. അതാണ് കർത്താവിന്റെ വായിൽ നിന്ന് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം, അത് അതിന്റെ ക്രിയ ചെയ്യാതെ ഒരിക്കലും മടങ്ങി വരത്തില്ല. പടകിന്റെ വലത്തുവശത്തേക്ക് വല ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലത്തുവശത്ത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ധൈര്യപ്പെട്ട്, ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വചനത്തിൽ നിങ്ങൾ സ്റ്റെപ്പ് വെച്ചു. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന എല്ലാവരും പാറമേൽ അടിസ്ഥാനപ്പെട്ട ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ലെറ്റ് us മൂവ് ഫോർവേഡ്. എന്ത് സാഹചര്യം ആയിക്കോട്ടെ, എന്ത് പ്രതികൂലമായിക്കോട്ടെ, ആരും ചിലപ്പം സഹായിക്കാനില്ലായിരിക്കും. ഞാനൊരു കാര്യം പറയാം, ദ പ്രോമിസ് ഓഫ് ഗോഡ് ഇസ് ഗ്രേറ്റർ ദാൻ യുവർ ഫൈറ്റ്സ്. നിങ്ങൾ നേരിടുന്ന ഏത് വെല്ലുവിളികളെക്കാൾ വലുതാണ് കർത്താവിന്റെ വാഗ്ദത്തം, കർത്താവിന്റെ പ്രോമിസ്, കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്ക്, കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്ക്. അതിനേക്കാളൊക്കെ എത്ര പവറാണ്. ഇവിടെ വിഷയങ്ങളൊക്കെ വാസ്തവത്തിൽ ആ വിഷയങ്ങളോട് പറയണം, പ്ലീസ്, എന്റെ കർത്താവ് ഇതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ്. പ്ലീസ്, നിങ്ങൾ അങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒന്നിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില വെല്ലുവിളികളായിരിക്കാം, ചില പ്രതികൂലങ്ങളായിരിക്കാം. ബാറ്റിൽ ഈസ് റിയൽ, പക്ഷേ അതിനേക്കാളൊക്കെ എത്രയോ റിയലാണ് എന്റെ കർത്താവ്. അതിനേക്കാൾ എത്ര പവർഫുൾ ആണ് കർത്താവിന്റെ വചനം, കർത്താവിന്റെ വേർഡ്. പറഞ്ഞിട്ടുണ്ടോ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ അർത്ഥം കൂടെ ഉണ്ടെന്ന് തന്നെയാണ്. ഒരു നാളും ആരൊക്കെ കൈവിട്ടാലും, യേശു പറഞ്ഞൊരു വാക്കല്ലേ, അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ ഉപേക്ഷിക്കത്തില്ല. മനുഷ്യർ തള്ളും, ലോകം തള്ളിക്കളയും, പ്രിയപ്പെട്ടവർ തള്ളിക്കളയും. നമ്മൾ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന പലരും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഞാൻ അവരെ വിശ്വസിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ട്രസ്റ്റ് ഇൻ ഗോഡ്. ആ കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൽ വിശ്വസിക്കുമ്പം മനുഷ്യരുടെ ഫേവറും നിങ്ങൾക്ക് ഉണ്ടാകും. ആ കർത്താവിൽ നിന്ന് വിശ്വസിച്ച് ഒന്ന് മുമ്പോട്ട് പോയിക്കോ, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. സോ ലെറ്റ് us pray. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം, ദ ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് ഗോയിങ് ടു മൂവ്. എന്റെ കർത്താവിന്റെ കരം മൂവ് ചെയ്യാൻ തുടങ്ങും, കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ചില വിഷയങ്ങളെ, ചില പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്, ചില ഫൈറ്റ്സ് നേരിടുന്നവരുണ്ട്, ചില വെല്ലുവിളികൾ നേരിടുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് തന്നെയാണ് ഈ പ്രഭാതത്തിൽ പറയുന്നത്, പ്ലീസ്, നിങ്ങളെ വിളിച്ചയാൾ വിശ്വസ്തനാണ്, അന്ത്യത്തോളം നടത്താൻ മതിയായവനാണ്. നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും കൊഴിഞ്ഞു വീഴും, താഴെ കർത്താവ് അറിയാതെ നിലത്ത് വീഴത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് അതുപോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. സോ ഡു നോട്ട് വെറി, ട്രസ്റ്റ് ഇൻ ഹിം. ആ കർത്താവിൽ അങ്ങ് വിശ്വസിച്ച്, ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച പോലെ, യെശയ്യാ പ്രവചനത്തിൽ വായിച്ച പോലെ, ഗോഡ് ഓൾവേസ് ഹാവ് എ ഹയർ പ്ലാൻ അബൌട്ട് യു. എന്റെ വഴികളല്ല, നമ്മുടെ വഴികളല്ല കർത്താവിന്റെ വഴികൾ. കർത്താവിന്റെ വഴികൾ എന്റെ വഴികളെക്കാൾ എത്രയോ ഉയർന്നവയാണ്. അങ്ങനെ ഉയർന്ന വഴികൾ കർത്താവിനുണ്ട്. നമ്മൾ നോക്കുമ്പം എങ്ങനെയും ഇന്ന് കടന്നു പോകുന്ന ഈ വിഷയത്തിൽ നിന്നൊന്നും തലയൂരി വന്നാൽ മതിയെന്നാണ് നമ്മുടെ പ്ലാൻ, അല്ലേ? പക്ഷെ കർത്താവിന്റെ പ്ലാൻ നിങ്ങളെ തലയൂരി കൊണ്ടുവരിക എന്ന് മാത്രമല്ല, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തലമുറയെക്കുറിച്ചും നിങ്ങളുടെ അടുത്ത 10 തലമുറയെക്കുറിച്ചും എത്ര തലമുറയുണ്ടോ ആ മുഴുവൻ തലമുറയെക്കുറിച്ചും കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഡു നോട്ട് വെറി. ഇന്ന് കാണുന്ന ചില സിറ്റുവേഷൻ പതുങ്ങിയിരിക്കാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കിക്കോ, ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. സോ ലെറ്റ് us pray. യേശുവേ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ടതുപോലെ ആ വചനത്തിൽ വിശ്വസിച്ച്, ആ വചനം വിളിച്ചു പറഞ്ഞ്
ഓരോ കാര്യങ്ങളിലും കർത്താവിന്റെ മഹത്വം ഇറങ്ങി ഓരോ മക്കളെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ ഭാരപ്പെടുന്ന, അവർ പ്രയാസപ്പെടുന്ന, അവർ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്റെ കർത്താവിന്റെ കരം തൊടണമേ. വചനം അയച്ച് അവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ പോലെ രോഗികൾ ഇന്ന് സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ചില രോഗബന്ധനങ്ങൾ, ചെറുപ്പം മുതലേ ഉള്ള രോഗങ്ങൾ, ശ്വാസം മുട്ടല്, അതുപോലെ സ്കിൻ ഡിസീസ്, അതുപോലെ ഷുഗർ രോഗം, BP, അങ്ങനെയുള്ള എല്ലാ രോഗബന്ധനങ്ങളും ഇപ്പോൾ തന്നെ അഴിയട്ടെ. ചില രക്തസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. രക്തത്തിലെ അണുക്കളുടെ കുറവ്, അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാവുവാൻ കൽപ്പിക്കുന്നു. കാലയിൽ ഒരു മുറിവ് വന്നിട്ട് അനേക നാളായിട്ട് കരിയാതിരിക്കുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ തന്നെ ആ മുറിവ് കരിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ഞങ്ങൾ വചനം അയക്കുന്നു. ആ യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെന്നുള്ള വചനം ഓരോ രോഗികളുടെ മേലും ഞങ്ങൾ അയക്കുന്നു. രോഗബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവെ. ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങണേ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, പേടിക്കേണ്ട, ധൈര്യപ്പെടുവീൻ എന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് വെറും വാക്ക് പറയത്തില്ല. നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ എന്റെ കർത്താവ് കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ ഭാരങ്ങളും നിരാശകളും മാറട്ടെ. കർത്താവിന്റെ മഹത്വം അവിടെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ ചില ഭവനങ്ങളുടെ ഉള്ളറകളിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങുന്നതിനായി സ്തോത്രം. അന്യായമായ സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കർത്താവ് ഷിനാട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഇതിന്റെ ശൂന്യതകളെ യേശുവിന്റെ നാമത്തിൽ ശൂന്യമായിരിക്കുന്ന, ഒന്നുമില്ലാതെ കാലിയായിട്ടിരിക്കുന്ന അങ്ങനെയുള്ള ചില ഭവനങ്ങളെ എന്റെ കർത്താവ് തൊടുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ വലിയ നിറവ് വെളിപ്പെടട്ടെ. ആ കാനാവിലെ വീട്ടിൽ അവിടെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു. എന്നാൽ നിറപ്പീൻ എന്ന് പറഞ്ഞ കർത്താവിന്റെ ഒരൊറ്റ വാക്കിൽ അവിടുത്തെ വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി മാറ്റി. യേശുവിന്റെ നാമത്തിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ശൂന്യമാണോ, ഇന്ന് പച്ചവെള്ളം പോലെയാണോ കിടക്കുന്നത്, എന്നാൽ മേൽത്തരമായ വീഞ്ഞായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യാണ്. വലിയ നിറവുണ്ടാകട്ടെ. കർത്താവെ അഭിഷേകത്താലും ശക്തിയാലും കർത്താവ് നിറയ്ക്കണമേ. എല്ലാ രോഗികളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചെവിയുടെ ഇൻഫെക്ഷനുകൾ എന്റെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അതുപോലെ തന്നെ ത്രോട്ടിന്റെ പ്രോബ്ലം എന്നെ കേൾക്കുന്നുണ്ട്. ചുമയായിട്ട് നിൽക്കാത്ത ചുമ, വളരെ ദിവസങ്ങളായിട്ട് നിൽക്കാത്ത ചുമയുള്ള ചില വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. എല്ലാ കഫക്കെട്ടും മാറട്ടെ. എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ പോലെയുള്ള എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഓപ്പോസിഷൻ എന്താണോ അത് വീഴട്ടെ. സാമ്പത്തികമായ ബന്ധനങ്ങൾ അഴിയട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ അഴിയട്ടെ. ചില വീടുകൾ വിടുവിക്കപ്പെടട്ടെ. ചില ഭവനത്തിന്റെ അകത്ത് ഒരു സമാധാനവും ഇല്ലാത്ത ചില വീടുകളെ ദൈവാത്മാവിനെ കാണിക്കുകയാണ്. എന്നും വഴക്കാണ്. എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ കാര്യം പറഞ്ഞു തുടങ്ങുന്നത് വലിയ വഴക്കായി മാറുകയാണ്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ കർത്താവിന്റെ ഷാലോ പീസ് അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ സമാധാനം ഞങ്ങൾ കൽപ്പിച്ചയക്കുകയാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. അത്ഭുതമാക്കി തീർക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അനുഗ്രഹിക്കുകയാണ്. തലമുറകളെല്ലാം ബ്ലസ്ഡ് ആകട്ടെ. കർത്താവിന്റെ വലിയ നിറവുണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. നിങ്ങളുടെ ഓപ്പോസിഷൻ ഒന്നും നോക്കരുത്. കർത്താവ് പറഞ്ഞ വാക്ക് ഓപ്പോസിഷൻ ഉണ്ടെന്ന് ഈ ലോകത്തിലുണ്ട്. അതൊക്കെ പ്രശ്നങ്ങളില്ലാത്ത ലോകം എവിടെയാണ് ഉള്ളത്? ഈ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് വിഷയങ്ങൾ. അത് ദൈവമക്കൾക്കും ഉണ്ട്. കർത്താവിനെ അറിഞ്ഞവർക്കും കർത്താവിനെ അറിയാത്തവരും എല്ലാം നേരിടേണ്ടതായ വിഷയങ്ങളുണ്ട്. പക്ഷേ കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾക്കുള്ള ഒരു ഗുണം അതിന്റെ അകത്ത് പോക്കുവഴി. മനസ്സിലായി? അതിന്റെ അകത്ത്, നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ചില വഴികൾ കർത്താവ് വെച്ചിട്ടുണ്ട്. ആൻഡ് യു വിൽ സീ. തല ഉയർത്തിപ്പിടിച്ച് നിന്നോണം. ഒന്നിനും ജീവിതത്തിൽ കുറവ് പറഞ്ഞ് വരത്തില്ല. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്.
അന്ത്യത്തോളം കേവലം ഈ ഭൂമിയിലെ ചില കാര്യങ്ങളിൽ മാത്രമല്ല ദൈവത്തിന്റെ വിശ്വസ്തത, അതിന്റെ അപ്പുറം എനിക്ക് വേണ്ടി വീട് ഒരുക്കി എന്റെ കർത്താവ് കാത്തിരിക്കുകയാണ്. അപ്പം ഇവിടം കൊണ്ട്, ഈ ഭൂമി കൊണ്ട് തീരുന്ന ഒരു പദ്ധതിയിലല്ല ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ അപ്പുറം എന്നെ കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞ ആ നിത്യതയുടെ പ്രത്യാശ അത് മുറുകെ പിടിച്ച് ഈ ഭൂമിയിൽ ഓടിക്കണം. യു വിൽ ലാക്ക് നത്തിങ് ഇൻ യുവർ ലൈഫ്. ഒന്നിനും കുറവ് വരുന്നില്ല. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. വീഡിയോ ഷെയർ ചെയ്യണം. അത് അനേകർക്ക് ഒരു അനുഗ്രഹമാകും. ഗോഡ് ബ്ലെസ് യു.